പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ്റെ പാരായണം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. നമ്മളൊക്കെ സാധാരണയായി ധാരാളമായിട്ടും ഖുർആൻ ഓതുകയും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു തആല ആ രൂപത്തിലൊക്കെ പാരായണം ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണക്കാരായ മുതിർന്ന ആളുകൾക്കും ഒക്കെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ചെറിയ ലളിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് മനോഹരമാക്കാം. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ 86ാമത്തെ ക്ലാസ്സാണ്. ഖത്മുൽ ഖുർആൻ്റെ 86ാമത്തെ ക്ലാസ് സൂറത്തുൽ അൻഫാൽ 31ാമത്തെ ആയത്ത് മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. وإذا تتلى عليهم آياتنا قالوا എപ്പോഴും പറയുന്നത് പോലെ നിർത്തുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിർത്തുന്നത് നീട്ടാനുള്ള അക്ഷരത്തിലാണ് നിർത്തുന്നതെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആയാതുന, അവിടെ ഒരു അലിഫുണ്ട്. അലിഫിന് സാധാരണ എത്രയും നീട്ടില്ല അത്രയും നീട്ടുള്ളൂ. ആയാതുന, ആയാതുന എന്നല്ല, തുന, ആയാതുന. നീട്ടാനില്ല എങ്കിൽ തൻവീൻ ഫത്ഹാണ്, തൻവീൻ ഫത്ഹും അങ്ങനെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, സുക്കൂന് കൊടുക്കണം. വഇദാ തുത്ല, അവിടെ നിർത്തുമ്പോൾ ഒരു അലിഫുണ്ട്. തുത്ല അലൈഹിം, അവിടെ സുക്കൂനാണ്, പിന്നെ സുക്കൂൻ ചെയ്യേണ്ട ആവശ്യമില്ല, സുക്കൂൻ തന്നെ കൊടുക്കുക. അലൈഹിം ആയാതുന ഖാലു, അവിടെയൊക്കെ നിർത്തുമ്പോൾ നീട്ടാനൊക്കെ ഉണ്ട്. ഖദ് അവിടെ സുക്കൂനാണ്. സമീഅന അവിടെ നീട്ടാനുണ്ട്. ലൗ അവിടെ സുക്കൂനാണ്. ലൗ നശാ അവിടെ ഊ എന്നാണ്, ലൊമ്മാണുള്ളത്. പക്ഷെ നിർത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, സുക്കൂൻ ചെയ്യണം. ആ ഹംസക്ക് സുക്കൂൻ ചെയ്യണം. ലൗ നശാ നിർത്തുമ്പോൾ മാത്രമേ സുക്കൂൻ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ നേരെ ഓതിപ്പോയാൽ മതി. ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. അവലീന എന്നാണുള്ളത്. നിർത്തിയപ്പോൾ നൂനിന് സുക്കൂൻ ചെയ്തു. നിർത്തുമ്പോൾ തന്നെ നൂൻ അവസാനം സുക്കൂൻ ആകുമ്പോൾ മാത്രം അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഇവിടെ അവലീൻ തൊട്ട് മുമ്പ് നീട്ടാനുള്ള യാ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ യാ വന്നപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ് നിർത്തുന്നത് മാത്രമേ കാര്യമായിട്ട് പറയുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും നിർത്തുന്നത് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇനിയും നിർത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോഴും ഓതുമ്പോഴും ലഖുൽനാ മിസ്ല എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്. ലഖുൽനാ മിസ്ല ഹാദാ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാറുണ്ട്. അപ്പൊ അവലീൻ എന്ന് പറഞ്ഞ് നീട്ടുക. ഇല്ല അസാതീർ അവിടെ നിർത്തി. റായിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, യാ ഉണ്ട്. ഇല്ല അസാതീർ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധ, നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക. തൻവീൻ ഫത്ഹ് ആണെങ്കിലും നീട്ടുക.
ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. ഹാത്താ വരുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, സുക്കൂനുള്ള ഹാ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഹാത്താ ഇനി എങ്ങനെ വന്നാലും അതിന് സുക്കൂനുള്ള ഹാ ആയിട്ട് കൊടുക്കുക. അപ്പോൾ وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا قَالُوا قَدْ سَمِعْنَا لَوْ نَشَاءُ لَقُلْنَا مِثْلَ هَذَا إِنْ هَذَا إِلَّا أَسَاطِيرُ الْأَوَّلِينَ وَإِذْ قَالُوا اللَّهُمَّ إِنْ كَانَ هَذَا വഇദ് ഖാലൂ എന്നാണുള്ളത്. നീട്ടാനുള്ളതിന് ശേഷം എന്ത് ചെയ്തു, അവിടെ ശബ്ദാണൊന്ന്, ശബ്ദ സുക്കൂന വന്നാൽ പിന്നെ നീട്ടൂല. വഇദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്. ഈ നിർത്തുക എന്ന് പറയുമ്പോൾ എന്താ, എപ്പോഴാ നിർത്തുക, നമ്മളിങ്ങനെ ഓതിക്കൊണ്ടുമ്പോൾ ശ്വാസം മുറിയല്ലോ, അതാണ് നിർത്തുക. അപ്പോൾ അവിടെ നിർത്തേണ്ടി വരും. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ ഹുവൽ ഹഖ് എന്ന് പറഞ്ഞ് നിർത്തരുത്, ഹുവൽ ഹഖ് സുക്കൂൻ കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. ഇവിടെ അല്ലേ, നീട്ടാനില്ല, തൻവീൻ ഫത്ത് ഒന്നുമില്ല. ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അവിടെ ഇൻദിക എന്നാണുള്ളത്, കാഫിന് സുക്കൂൻ ചെയ്തു. മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അല്ലേ. അപ്പോൾ അവിടെ നിർത്തി. അപ്പോൾ മിനസ്സമാ അവിടെ നിർത്തുന്നില്ല. മിനസ്സമാഇ അവിഅ്തിനാ ബിഅദാബിൻ അലീം. ബിഅദാബ് അവിടെ നിർത്തി. അപ്പോൾ ബായിന് സുക്കൂൻ ചെയ്തു. ബിഅദാബിൻ അലീം. ഇവിടെ അവിഅ്തിന അവിടെ അവി കഴിഞ്ഞിട്ടൊരു അലിഫാണ്, ഹംസത്തുൽ വസിലാണ്, വസിലിൻ ഹംസയാണ്, ചിഹ്നുണ്ടല്ലോ, അത് കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കൂല. അവിഅ്തിന ബിഅദാബിൻ അലീം. وَإِذْ قَالُوا اللَّهُمَّ إِنْ كَانَ هَذَا هُوَ الْحَقَّ مِنْ عِنْدِكَ فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوِ ائْتِنَا بِعَذَابٍ أَلِيمٍ. വമാ കാൻ അവിടെ നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ നിർത്തുക. കാന എന്നുള്ളത് കാൻ, നൂന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അപ്പോൾ നീട്ടാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വമാ കാൻ എന്ന് പറഞ്ഞ പോലെ വമാ കാന എന്ന് പറയരുത്. വമാ കാന എന്ന് പറഞ്ഞ് നിർത്തരുത്. അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യണം, സുക്കൂൻ ചെയ്യണം. വമാ കാൻ അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. ഒരു അരിഫുണ്ടല്ലോ അല്ലേ. അവിടെയൊക്കെ നിർത്തണം എന്നല്ല പറഞ്ഞത്, ഏതൊക്കെ സമയത്താണ് നമ്മളിങ്ങനെ ഓതുമ്പോൾ എവിടെയാണ് നിർത്തുന്ന സ്ഥലം നമ്മൾ അവസാനത്തെ അക്ഷരം നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും കൂട്ടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വായിച്ച് നല്ല ഉഷാറായിട്ട് ഓതുക. നിർത്താനുള്ളടത്ത് മാത്രം നിർത്തിയാൽ മതി. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ മീമിന് സുക്കൂന്. وَمَا كَانَ اللَّهُ مُعَذِّبَهُمْ وَهُمْ يَسْتَغْفِرُونَ. വഹും യസ്തഗ്ഫിറൂൻ. നൂനിന് സുക്കൂൻ ചെയ്തു, തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അപ്പോൾ അവിടെ ഫിറൂൻ നിർത്തണം.
وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه അവിടെ അഹു എന്നാണുള്ളത്. ആ ഹായിനെ സുക്കൂൻ ചെയ്യണം നിർത്തുമ്പോൾ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂന ولكن أكثرهم لا يعلمون وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياؤه إلا المتقون. അവിടെ ചെറിയൊരു മദ്ദുണ്ട്. ചെറുതായാലും വലുതായാലൊക്കെ എന്ത് ചെയ്യുക? മദ് ശ്രദ്ധിക്കുക. ولكن أكثرهم لا يعلمون وما كان صلاتهم عند البيت إلا مكاء وتسدية. അവിടെ നീട്ടാനുണ്ട്. ശേഷം തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്ത് അല്ലേ? നിർത്തേണ്ട എങ്ങനെ? അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ല മുകാഅ എന്നാ എന്ന് പറഞ്ഞ് നിർത്തൂല. ഹാത്ത എന്ത് ചെയ്യും? ഹാത്ത ഞാൻ തൻവീൻ ഫത്ത് ആണെങ്കിൽ അല്ലെങ്കിലും അവിടെ സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. അവിടെ ഹ ആയിട്ട് മാറും. സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. وما كان صلاتهم عند البيت إلا مكاء وتسدية فذوقوا العذاب بما كنتم تكفرون. وما كان صلاتهم عند البيت. വഖഫാണ് വിഷയം. ഇന്നത്തെ വിഷയം വഖഫാണ്. വഖഫ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകണം ഇൻഷാ അല്ലാഹ്. അതൊക്കെ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോ വിഷയം പറഞ്ഞല്ലോ. ഈ ഓരോ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ആ പറ്റിയപ്പോൾ തൻവീൻ ഫത്ത് ഉള്ള സ്ഥലം എവിടെയാണ് നോക്കുക. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നിർത്തി നോക്കുക. അങ്ങനെ എവിടെയൊക്കെ വരുന്നുണ്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക? ഒന്നിങ്ങനെ നിർത്തി നോക്കുക. അപ്പോൾ ആ വിഷയം നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? ഈ എവിടെ കണ്ടാലും ഓർമ്മ വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ഒന്നിങ്ങനെ നിർത്തി നോക്കുക. അതുപോലെ തന്നെ സുക്കൂണുള്ള സ്ഥലങ്ങളിൽ എവിടേക്ക് വരുന്നത്, അതുപോലെ ഉള്ള സ്ഥലവും തൊട്ട് മുമ്പ് നീട്ടാൻ വരുന്ന സ്ഥലങ്ങളും അത് രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. സ്വലാത്തുഹും അവിടെ മീമിന് സുനാണ്, തൊട്ടും നീട്ടാനില്ല. അപ്പൊ പിന്നെ അവിടെ എങ്ങനെ സ്വലാത്തുഹും. അതുപോലെ തന്നെ കാനാന്നുള്ളിടത്ത് കാനാന്നുള്ള കാൻ പറഞ്ഞാൽ പോരാ, തൊട്ട് മുമ്പ് അലിഫുണ്ട്. അപ്പൊ കാൻ വമാ കാൻ ഇൻദൽ ബൈത്ത്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു സ്ഥലമാണ് തായിന് സുക്കൂൻ വന്നു. തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമൊന്നുമല്ല, യാ ആണ് ഇല്ലേ? യാന് സുക്കൂനാണ്. യാന് അത് നീട്ടാനുള്ള ഒരു യാ ആയിട്ട് വന്നതല്ല അല്ലേ? നീട്ടാൻ എങ്ങനെ വരാം? ബീന്ന് വരാം. ബീത്ത് എന്നല്ലേ? ബി കസറിന് നീട്ടാൻ യാ എപ്പോഴും വരാൻ ബി എന്നാ വരാം. ലൊമ്മന് നീട്ടാൻ ബൂ എന്നാ വരാം അല്ലേ? ഫത്തിനകത്ത് ബാത്ത് അല്ലേ? ബാത്ത് ബീത്ത് ബൂത്ത് വരുന്ന രൂപം പറഞ്ഞതാണ്.
അപ്പം അത് എന്നാൽ ഇവിടെ നീട്ടണം. കാരണം എന്താണ്? ഇവിടെ മദ് ലീനാണ്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, താന് സുക്കൂന് വന്നു നിർത്തിയപ്പം ബൈത്ത്. ബൈത്ത് നിർത്തുമ്പോഴേ വരുള്ളൂ, ഇല്ലെങ്കിൽ വരൂല. ഇൻദൽ ബൈത്തി ഇല്ല, അപ്പൊ പിന്നെ വരൂല. ആ പദത്തിന്റെ അവസാനത്തിന് നിർത്തുകയാണെങ്കിൽ താന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പുള്ളത് യാന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂനാവുക. ഇവിടെ യാന് സുക്കൂനാണ് അല്ലേ? അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് ഫത്ത് ആവുകയും ചെയ്താൽ ബൈത്ത് എന്ന് പറഞ്ഞു നീട്ടും. ബൈത്ത് സ്വൈഫ് ഖുറൈശ് ലിഇലാഫി ഖുറൈശ് റിഹ്ലതശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. അവിടെ ഫാഇന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് യാഇന് സുക്കൂനാണ്. അതിന്റെ മുമ്പ് ഫത്ഹാണ്. സ്വാദിന് അല്ലേ? ഫത്ഹാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം ഇൻദൽ ബൈത്ത് മദ്ദലീനാണ്. മദ്ദലീന് വരണമെങ്കിൽ യാഇന് സുക്കൂനാകണം, അല്ലെങ്കിൽ വാവിന് സുക്കൂനാകണം. അതിന് മുമ്പ് ഫത്ത് ആയിരിക്കണം, അവസാനം സുക്കൂനും ആയിരിക്കണം. അവസാനം സുക്കൂന്, തൊട്ട് മുമ്പ് യാഇന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ത് ആവുക. അപ്പൊ ഇൻദൽ ബൈത്ത് ഇൻദൽ ബൈത്ത് ചെറിയ നീട്ടുക അല്ലെ? ഒരു അലിഫിന്റെ കതിർ നീട്ടിയാൽ മതി. ഇൻദൽ ബൈത്ത് ബൈത്ത് പോരാ, ബൈത്ത് പോരാ, ബൈത്ത്. وما كان صلاتهم عند البيت. അവിടെ നിർത്തണം നിർബന്ധമൊന്നുമില്ല. നിർത്തിയാല് എങ്ങനെ വിഷയം വരുന്നറിയാം. وما كان صلاتهم عند البيت إلا مكاء وتسدية فذوقوا എന്ന് വായിക്കരുത്. ഖുൽ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ലാമിന് സുക്കൂൻ വന്നു. അപ്പൊ ഖുൽ ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. وما كان صلاتهم عند البيت إلا مكاء وتسدية فذوقوا العذاب بما كنتم تكفرون. إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله. അവിടെ നിർത്തി ഹായിലെ സുക്കൂന്. അപ്പൊ ലാ ഫസയുൻഫിഖൂനഹ ഇവിടെ അൻ സബീലില്ലാഹ്. ഇവിടെ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അലിഫ് കാണൂല. എന്നാലും അവിടെ അള്ളാഹ് എന്നുള്ള പദത്തിൽ നിർത്തുമ്പോൾ അങ്ങനെയാണ് നിർത്തേണ്ടത്. അൻ സബീലില്ലാഹ് فسينفقونها ثم تكون عليهم حسرة ثم يغلبون. അവിടെ നൂന് സുക്കൂന്. والذين كفروا إلى جهنم يحشرون. إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون. والذين كفروا إلى جهنم يحشرون. 37 ليميز الله الخبيث من الطيب. അവിടെ മിനത്വയ്യിബ് ബായിന് സുക്കൂന് തൊട്ടുമ്പ് ഒന്നുമില്ല. അപ്പൊ എന്താണ് മിനത്വയ്യിബ്. ويجعل الخبيث بعضه على بعض فيركمه جميعا. തൻവീൻ ഫത്ഹാണ് നിർത്തി. ജമീഅൻ എന്നല്ല, ജമീഅ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആ ഫത്ത് ആണല്ലോ, ഫത്ത് നീട്ടാ എന്ന് പറഞ്ഞിട്ടാണ് നീട്ടുക. ഫയജ്അലഹു ഫീ ജഹന്നം. ശബ്ദമുള്ള നൂന് കാണിക്കണം. അത് എവിടെ കണ്ടാലും എവിടെയാണെങ്കിലും, ആദ്യത്തിലായാലും അവസാനത്തിലായാലും എന്ത് ചെയ്യാം? അവസാനത്തിലാവുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സുക്കൂനായിട്ട് വരും. ഫീ ജഹന്നം ഉലൈക ഹുമുൽ ഖാസിറൂൻ. ليميز الله الخبيث من الطيب
ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم أولئك هم الخاسرون. قل للذين كفروا إن ينتهوا يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين. മുപ്പത്തിയെട്ടാമത്തെ ആയത്ത്. ഖുൽ ലില്ലദീന ഒരു ലാമുണ്ട്, രണ്ട് ലാമുണ്ട്. ആദ്യത്തെ ലാം രണ്ടാമത്തെ ലാമിന് കൊടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഖുൽ ലില്ലദീന കഫറൂ ഇൻ യൻതഹൂ യുഗ്ഫർ ലഹും. അവിടെ നിർത്തുമ്പോൾ യുഗ്ഫർ ലഹും. പിന്നെ അടുത്തതാണ് ഓതുന്നതെങ്കിൽ മാ ഖദ് സലഫ്. അതല്ല എടുത്ത് ഓതുമ്പോൾ പിന്നെ ഇങ്ങനെ നിർത്താതെ ഓതുകയാണെങ്കിലോ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. അപ്പോൾ ഒരു മീമ് പറയുള്ളൂ. രണ്ടും കൂടി കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു മീമാക്കി പറയാം, മണിക്കുകയും ചെയ്യണം. يغفر لهم ما قد سلف يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين. ശബ്ദമുള്ള നൂനാണ് മണിക്കണം. ഫഖദ് മളത് സുന്നത്തുൽ അവ്വലീൻ. 39. وقاتلوهم حتى تكون فتنة ويكون الدين كله لله. നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. فإن انتهوا فإن الله بما يعملون بصير. وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله. فإن انتهوا فإن الله بما يعملون بصير. وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير. وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير. 41. واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين. ഇനി അവിടെ നിർത്തുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. يوم التقى അങ്ങനെ കൂട്ടിയേക്കാം. യൗമ അൽ തഖ എന്ന് വായിക്കരുത്. يوم التقى الجمعان
والله على كل شيء قدير واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تباعدتم لاختلفتم في الميعاد ولو تباعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا കൂട്ടി വായിക്കുമ്പോൾ വലാകില്ലി നൂനിൻ്റെ ശേഷം ലാം വന്നു ഇദ്ഗാമും ബിനാഉൻ തന്നെയാണ് പലപ്പോഴും നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞതാണ് വലാകില്ലി കൂട്ടി വായിക്കുമ്പോൾ വലാകില്ലി യഖ്ദിയല്ലാഹു അംറാ കാന മഫ്ഊല തൻവീൻ ഫത്താണ് ليهلك من هلك عن بينة ويحيى من حي عن بينة അവിടെ നൂനിൻ്റെ സ്ഥാനത്ത് മീം കൊടുക്കണം അം ബയ്യിന നൂനിൻ്റെ ശേഷം ഭാവുന്ന ഇഖ്തിലാബാണ് وإن الله لسميع عليم إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم 43 إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر ولكن الله سلم എന്നാണ് നിർത്തുമ്പോൾ മീമിനെ സുക്കൂൻ ചെയ്യണം സല്ലം ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ അവിടെ റായിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള വാവുണ്ട് മധ്യ ആരിൽ വരും അല്ലേ നീട്ടണം ബിദാത്തിസ് സുദൂർ ഇദ് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീലാ ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر ولكن الله سلم إنه عليم بذات الصدور
وإذ يريكموهم إذ التقيتم في أعينكم قليلا ويقللكم في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور. ഇൻഷാ അല്ലാഹ് 44 ആയത്ത് വരെയാണ് ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 1-2 ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഷാനിഫ എന്ന് പറയുന്ന സഹോദരിയുടെ ഉമ്മയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബറിടം വെളിച്ചമായി കൊടുക്കട്ടെ, സ്വർഗീയ പൂന്താപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ഉമ്മക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ബുഷറ നാസർ എന്ന് പറയുന്ന സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിയുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആമീനൊക്കെ പറയുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ദുആ എന്നുള്ളത് നമ്മുടെ ഒരു ഇബാദത്തും ഒരു ആരാധന കർമ്മവും നമ്മുടെ ഒരു പ്രതീക്ഷയുമാണ്. അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടെ ദുആ ചെയ്യുക. എങ്ങനെയായാലും അതിന് കൂലി ലഭിക്കും. നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ദുആ അത് നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ കൊണ്ട് നടക്കുക. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്തായാൽ തന്നെ അതിന് കൂലി കിട്ടും. ഇതിൻ്റെ ഒക്കെ പുറമെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. പ്രത്യേകിച്ച് ആഖിറം രക്ഷപ്പെടുന്ന ഒരു സംഗതിയാണ്. ഒരു നിസ്കാരം പോലെ ഒരു ഇബാദത്താണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തി ഒന്ന് ദുആ മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്താൽ മതി. അത് അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഉത്തരം എപ്പോൾ നൽകണം, എങ്ങനെ നൽകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹു തആലയാണ്. ഒന്നുകിൽ പെട്ടെന്ന് ലഭിക്കും, അല്ലെങ്കിൽ ഖൈറായത് ലഭിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് കിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും നാളേക്ക് വേണ്ടി നീട്ടി വെക്കും. അതൊക്കെ വലിയ ഒരു മുഅ്മിനായ മനസ്സിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അപ്പം അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ജീവിതത്തിലൊക്കെ ഉപയോഗപ്പെടുത്തുക. നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മളുമായി തീരെ ബന്ധമില്ലാത്ത ആളുകൾക്കും ബന്ധമുള്ള ആളുകൾക്കും ഒക്കെ കുടുംബക്കാർ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഇവർക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ പ്രത്യേകമായിട്ട് ഇത് വായിപ്പെടുത്തുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവ്വത്തും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നാമാക്കിയ ഈ ദീനിൽ അടിയുറച്ചു കൊണ്ട് നിർത്താൻ വേണ്ടി നമ്മളൊക്കെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ച നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് പുറമെ നമ്മുടെ ഉസ്താദുമാർ, ഗുരുവന്യന്മാർ, അല്ലാഹു തആല അവർക്കൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയൊക്കെ തണലിലായി ധാരാളം കാലം ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച നമ്മുടെ ഉസ്താദുമാരും റഹ്മാനെ റബ്ബെ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവിടെയൊക്കെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. എൻ്റെ മഹത്തുക്കളായ മഹാരഥന്മാരായ ആളുകളോടുകൂടെ റഹ്മാനെ റബ്ബെ, അമ്പിയാക്കളും മുർസലീങ്ങൾ റഹ്മാനെ റബ്ബെ, എല്ലാവിധ മഹത്തുക്കളും സഹാബാ കിറാമിൻ്റെ ഒക്കെ എല്ലാവിധ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ റഹ്മാനെ റബ്ബെ, മിനിങ്ങളും മിനാത്തിങ്ങൾ അവരൊക്കെ കൂടെ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും, ഞങ്ങളെ മാതാപിതാക്കൾ റഹ്മാനെ റബ്ബെ, ഭാര്യ മക്കൾ, ഭർത്താക്കന്മാർ റഹ്മാനെ റബ്ബെ, സഹോദരന്മാർ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകളെയും റഹ്മാനെ റബ്ബെ ആ സവിധത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സാണ്. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവർ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين وإذ قالوا اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياؤه إلا المتقون ولكن أكثرهم لا يعلمون وما كان صلاتهم عند البيت إلا مكاء وتسدية فذوقوا العذاب بما كنتم تكفرون إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم أولئك هم الخاسرون قل للذين كفروا إن ينتهوا يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر
ولتنازعتم في الأمر ولكن الله سلم إنه عليم بذات الصدور وإذ يريكموهم إذ التقيتم في أعينكم قليلا ويقللكم في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور. صدق الله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.